നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കവളപ്പാറ ദുരന്തത്തിന് ഓഗസ്റ്റ് 8-ന് 6 വർഷം. 2019 ഓഗസ്റ്റ് 8-നാണ് കേരളത്തെ നടുക്കിയ കവളപ്പാറ മുത്തപ്പൻ കുന്നിലെ ഉരുൾപൊട്ടലുണ്ടായത്. ദുരന്തത്തിൽ പൊലിഞ്ഞത് 59 ജീവനുകളാണ്. ഉരുളെടുത്ത 59 പേരിൽ 11 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിൽ നിത്യവിസ്മൃതിയിലാണ്. പ്രളയത്തിൽ ഇത്രയേറെ പേരുടെ ജീവൻ ഒന്നിച്ചെടുത്ത ദുരന്തവും സംസ്ഥാനത്ത് ആദ്യമായിരുന്നു. ദുരന്തശേഷം ആളും അനക്കവും ഇല്ലാതായതോടെ കവളപ്പാറ മുത്തപ്പൻ കുന്നിലെ താഴ്ഭാഗം ഇപ്പോൾ കാടുപിടിച്ച് വിജനമാണ്. മുൻപത്തെ കവളപ്പാറയെ ഓർത്തെടുക്കാനേ പ്രദേശത്തെ മുതിർന്നവർക്ക് പോലും സാധ്യമാവുന്നുള്ളൂ. അന്നത്തെ രാത്രി മുത്തപ്പൻ കുന്നിലുണ്ടായ ഉരുൾപൊട്ടലിൽ കല്ലും മണ്ണും വെള്ളവും ഒഴുകുന്നത് കണ്ട് താഴ്ഭാഗത്തുള്ളവർ കുന്നിൻ മുകളിലേക്ക് നോക്കിയപ്പോൾ വീടും വീട്ടുപകരണങ്ങളും വൻമരങ്ങളും വളർത്തുമൃഗങ്ങളും ഒഴുകി വരുന്നതാണ് കണ്ടത്. തങ്ങളുടെ സഹോദരങ്ങളെ ഉരുളെടുത്തിട്ടുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞത് ഏറെ സമയം കഴിഞ്ഞാണ്. പേടിച്ചരണ്ട് രക്ഷാപ്രവർത്തനവുമായി ആ കറുത്ത രാത്രിയിൽ ഉറ്റവർക്ക് വേണ്ടി മണ്ണിലിറങ്ങിയിട്ടും നിരാശ മാത്രമാണ് പലർക്കും ലഭിച്ചത്. സേനയും ജീവൻ പണയം വെച്ച് ഓടിയെത്തിയ സന്നദ്ധ പ്രവർത്തകരും 21 ദിവസം അക്ഷീണം പ്രവർത്തിച്ചിട്ടും ദുരന്തത്തിനിരയായ മുഴുവൻ ആളുകളുടെയും മൃതദേഹം തിരിച്ചു കിട്ടാനാവാത്ത വിധം മണ്ണിനടിയിലായിരുന്നു. ആദ്യഘട്ടത്തിൽ വേഗത കുറഞ്ഞ പുനരധിവാസത്തിന് പിന്നീട് വേഗത കൂടിയെങ്കിലും പട്ടികവർഗ വിഭാഗത്തിലെ 32 കുടുംബങ്ങൾ ഇപ്പോഴും ദുരന്തത്തിന്റെ ഇരകളായി കഴിയുകയാണ്. കവളപ്പാറയിലും സമീപ പ്രദേശങ്ങളിലുമായി ദുരന്തത്തിനിരയായവർക്ക് സർക്കാർ സഹായധന വിതരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. വീട് നഷ്ടപ്പെട്ടവർക്ക് 4 ലക്ഷവും വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 10 ലക്ഷവും സർക്കാർ ധനസഹായം നൽകി. അടിയന്തര സഹായം എല്ലാ ദുരിതബാധിതർക്കും ലഭ്യമാക്കി. വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും സഹായവുമായി എത്തിയതോടെ കുടുംബങ്ങൾക്കും വീടായി. ഭൂതാനത്ത് 62 വീടുകളുള്ള ഒരു പുനരധിവാസ വില്ലേജും ഞെട്ടിക്കുളത്ത് 24 വീടുകളുള്ള മറ്റൊരു വില്ലേജും പോത്തുകല്ലിന്റെ പരിസരങ്ങളിലായി ഒറ്റപ്പെട്ട രീതിയിൽ നിരവധി വീടുകളും കവളപ്പാറ പാതാർ ദുരന്തബാധിതർക്കായി ഉയർന്നിട്ടുണ്ട്.